ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈവാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ലോകത്ത് ചർച്ചാ വിഷയമായിരിക്കുന്നതെന്ന് പറയാം. കാരണം രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ച എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. കാരണം ഉക്രൈൻ റഷ്യ യുദ്ധം, ആ ഒരു യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത് 2022 തുടങ്ങിയത്. ഇപ്പോഴും വർഷങ്ങൾ ഇത്രയുമായിട്ടും അതിപ്പോഴും അവസാനിക്കാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനിടയിലാണ് ട്രംപും സെലൻസ്കിയുമായിട്ടൊരു കൂടിക്കാഴ്ച വൈറ്റ് ഹൗസിൽ നടന്നത്. പക്ഷേ അത്ര നല്ല രീതിയിലല്ല ആ കൂടിക്കാഴ്ച അവസാനിച്ചത്. നാടകീയ സംഭവങ്ങളായിരുന്നു വൈറ്റ് ഹൗസിൽ അരങ്ങേറിയെന്ന് പറയാം. കാരണം വളരെ നല്ല രീതിയിൽ ആരംഭിച്ച ആ ഒരു കൂടിക്കാഴ്ച ആദ്യ അരമണിക്കൂർ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും പിന്നീട് രണ്ടുപേരും തമ്മിലുള്ള ഒരു വാഗ്വാദത്തിനൊക്കെ കാരണമാവുകയും ചെയ്തു. ഒടുവിൽ ശുഭിതനായ ട്രംപ് അദ്ദേഹത്തോട് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വരെ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുകയും പിന്നെ പിരിയുകയും ചെയ്തു. അതാണ് വൈറ്റ് ഹൗസിൽ നടന്നത്. സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ളൊരു ഒരു കൂടിക്കാഴ്ച എന്നത്. അവർക്ക് കഴിക്കുവാനായിട്ടുള്ള ഫുഡൊക്കെ റെഡിയായിരുന്നു. പക്ഷേ ആരും ഫുഡൊന്നും കഴിക്കാതെയാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോൾ വളരെ അൺഹാപ്പി ആയിട്ടാണ് ഇരു നേതാക്കളും അവിടെ നിന്ന് പിരിഞ്ഞതെന്ന് പറയാം. ഇതിനെല്ലാം കാരണം, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ചർച്ച ഇടയ്ക്കൊരു റിപ്പോർട്ടറുടെ ചോദ്യത്തോടു കൂടിയാണ് അതൊരു വേറൊരു ലെവലിലേക്ക് പോയെന്ന് പറയാം. കാരണം യുഎസും റഷ്യയും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ റഷ്യയ്ക്ക് യു എസ് കൊടുക്കുന്ന പിന്തുണയെക്കുറിച്ച് റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ JD വാൻസ് ഇടപെടുകയും പിന്നീട് അത് വേറെ ലെവലിലേക്ക് പോവുകയും ചെയ്തു. അതാണ് പിന്നീട് വാഗ്വാദത്തിലേക്കൊക്കെ പോവുകയും പിന്നീട് പിന്നീട് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ളൊരു വാക്പോരിലേക്ക് പോകാനുമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് റഷ്യയാണ് ആദ്യം യുദ്ധം തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ട്രംപ് പറയുന്ന വെച്ച് നോക്കുമ്പോൾ ഉക്രൈനാണ് ആദ്യം യുദ്ധം തുടങ്ങിയെന്ന രീതിയിലാണ് ഇപ്പോൾ ട്രംപ് ഉക്രൈൻ്റെ തലയ്ക്കെല്ലാം കെട്ടിവെക്കാനുള്ള രീതിയിലാണ് ഇപ്പോൾ അവസാനമായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. എന്തിനുള്ള പുറപ്പാടാണ്? മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള പുറപ്പാടാണോ എന്നൊക്കെയാണ് ട്രംപ് സെലൻസ്കിയോട് ചോദിച്ചതും വാഗ്വാദത്തിൽ ഏർപ്പെട്ടപ്പോൾ. ഒടുവിൽ ദേഷ്യം വന്ന് വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തു പോകാൻ വരെ ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഏതായാലും പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇരു നേതാക്കളും തമ്മിലൊരു കൂടിക്കാഴ്ച പരാജയത്തിലേക്ക് നീങ്ങിയെന്ന് പറയാം. കാരണം അമേരിക്ക റഷ്യക്ക് കട്ട സപ്പോർട്ടാണ് അന്നും ഇന്നും എന്നും. ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും തുടരുന്നു. ആ ഒരു സപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോഴാണ് ഇരു നേതാക്കളും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതും പിന്നീട് വാഗ്വാദത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോയതും. ഒടുവിൽ സെലൻസ്കി വൈറ്റ് ഹൗസ് വിട്ടു പോവുകയും ചെയ്തു. ഏതായാലും ലോകം കാത്തിരുന്നൊരു കൂടിക്കാഴ്ചയായിരുന്നു. പക്ഷേ അത് നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. JD വാൻസ് ഇടപെട്ടതോടുകൂടി വേറൊരു രീതിയിലേക്ക് ചർച്ചകൾ പോവുകയും പിന്നീട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ഒടുവിൽ സെലൻസ്കി വൈറ്റ് ഹൗസ് വിട്ടു പോവുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.